ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയും നിങ്ങളുടെ എനർജിയും അതുപോലെ ഗൈഡൻസും നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. കറണ്ട് പോയിരിക്കുകയാണ്, അതാണ് ഒരു ക്ലാരിറ്റി കുറവ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അതുപോലെ അവരുടെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, സിറ്റുവേഷൻ, തോട്ട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? ഫോർ ഓഫ് സോർട്സ് ആണ്. സെവൻ ഓഫ് പെൻഡക്കിൾ, ഫോർ ഓഫ് പെൻഡക്കിൾ, ഫോർ ഓഫ് കപ്സ്. ദ മജീഷ്യൻ ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ മേ ബി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ്, ഒരു കുറേ നാളായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ കാണുന്ന ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനുള്ളൊരു റിസൾട്ട് അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതായത് കുറേ എഫേർട്ട് എടുക്കുന്നു, കാത്തു നിൽക്കുന്നു, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് പൂർണ്ണമായിട്ടും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനുള്ളൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു റിവാർഡ് ഈ പേഴ്സണ് കിട്ടുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, അതായത് വേറൊരാൾക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല, വേറെ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ആക്കാൻ തയ്യാറല്ല. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, പക്ഷേ ഇല്ല പോവുകയാണോ ചോദിക്കുകയാണെങ്കിൽ പോവുകയാണ്. അതായത് ബ്രേക്കപ്പ് ആണ്, പക്ഷേ എങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, ഈ പേഴ്സണെ മറക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അനുവദിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ആ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകാം. അതായത് നിങ്ങളോടുള്ള സ്നേഹം അവർ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അവരത് റിമൂവ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കാനോ, നിങ്ങൾ വേറൊരു മാരേജിലേക്ക് പോകാനോ, വേറെ വ്യക്തികളുമായിട്ട് കമ്മിറ്റഡ് ആകാനൊന്നും ഈ വ്യക്തി സമ്മതിക്കുന്നില്ല. അതിനവർക്കൊട്ട് താല്പര്യവുമില്ല. നിങ്ങളെ ഇവർക്ക് വേണം, പക്ഷേ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് ഇതിനെയൊക്കെ കാണാതെ നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ഓക്കെ, ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് തന്നെ തൊട്ടിപ്പുറത്ത് ഫോർ ഓഫ് കപ്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് വേറെ പ്രപ്പോസലുകൾ, അതുപോലെ വേറെ കുറേ ഇഷ്ടങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. മേ ബി അത് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം അറിഞ്ഞിട്ട് പലരും ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും സ്വീകരിക്കുന്നില്ല. നിങ്ങളോടുള്ള ഇഷ്ടം അവർ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് വേറെ സ്നേഹവും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, പിന്നെ എന്താണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കരിയർ ബേസ് ചെയ്തുകൊണ്ടോ ജോബ് ബേസ് ചെയ്തുകൊണ്ടൊക്കെ ഇവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്,
അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ട ഒരു സമയമാണ്. ആ ഒരു സൈക്കിളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തിട്ട് ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവരുടെ സോൾ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഇവരുടെ സോള് നിങ്ങളെ തന്നെ ഇങ്ങനെ ചേസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ റിയാലിറ്റിയിൽ നിന്നിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പുറത്ത് അവർ ചിരിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ഇടപഴകുന്നുണ്ട്, അതുപോലെ തന്നെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിത് അറിയുകയാണെങ്കിൽ നിങ്ങൾ കരുതുക ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, ആ വ്യക്തി സന്തോഷത്തിലാണ്, ആ വ്യക്തി അവനവൻ്റെ കാര്യം നോക്കി നടക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ അവരുടെ ശരിക്കുമുള്ളൊരു റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അവരുടെ സോള് ഭയങ്കരമായിട്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം അവർ ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണ്. അവിടെ വേറൊരാളെ കിടത്തി വിടുവോ അല്ലെങ്കിൽ വേറൊരു സ്നേഹം എടുത്ത് വെക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ആ പേഴ്സൺ അങ്ങനെയാണ്, അവരുടെ ഒരു ഒറിജിനാലിറ്റി അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, ഈ പേഴ്സണ് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്നുണ്ടാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളൊരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം, 1111 അല്ലെങ്കിൽ 333 കാണുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ 1212 എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാകാം, ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകും, നിങ്ങൾ വൈറ്റ്, ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സൈൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടാകാം. പക്ഷേ ഇതിനകത്ത് പറയാനുള്ളൊരു ഗൈഡൻസ്, ഈ ഒരു കാർഡ് എടുത്തപ്പം പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിന്ന് അതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. അതാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് എനർജി വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജി വരുന്ന സമയത്ത് നിങ്ങൾ പരമാവധി അതിനെ റിമൂവ് ചെയ്ത് കളയുക. അതായത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നൊരു എനർജിയാണത്, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ അങ്ങനെ പ്രെയർ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിവിടെ അറിയാതെ നിങ്ങളുടെ സോള് ഇവരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇവർ തന്നെ വേണം, ഇവരില്ലാണ്ട് പറ്റില്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഇതേ സെയിം ചിന്ത തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. അതായത് അവരുടെ കറണ്ട് തോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളെയാണ് വേണ്ടത്, അവരുടെ ലൈഫിലേക്ക് നിങ്ങളെയാണ് വേണ്ടത്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോയിട്ടുള്ള സമയത്താണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളെ എപ്പോഴാണോ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ റീസൺ കൊണ്ട് വിട്ടു വന്നത് ആ സമയം മുതൽ അവർക്ക് കഷ്ടകാലമാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങുകയാണ്. ഒന്നിനും ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു സക്സസ് കിട്ടുന്നില്ല, ഒരു അഡ്വൈസ് കൊടുക്കാൻ ഒരാളില്ല, ഒരു ബാക്ക് ബോൺ ആയിട്ട് അവർക്ക് ആരുമില്ല എന്നൊരു തോന്നൽ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ നഷ്ടമാവരുത് എന്ന് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ലൈഫിലെ ഒരു പകുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, പലതിലും ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ആയിട്ട് ഒക്കെ ഇവരൊരു വാല്യൂ ആയിട്ട് കാണുന്നത് നിങ്ങളെയാണ്. ഓക്കെ, അത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർക്കത് മനസ്സിലാകുന്നുമുണ്ട്. സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറാണ്. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ അവരെ സ്റ്റക്കായിട്ട്, ഇവിടെ എനിക്ക് ആദ്യം തന്നെ എടുത്ത കാർഡിൽ എനിക്ക് കിട്ടിയത് 4 ഓഫ് സോർട്സ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് പോലും ഈ സോർട്സിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിനെയാണ്. ഈ വ്യക്തിക്ക് ഈ ഒരു എനർജിയിൽ നിന്നും പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. മേ ബി സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും ഇവർക്ക് അങ്ങനെ പറ്റാത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കരിയറും ജോബാണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, സ്വയം ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അവർക്ക് എല്ലാം കൊണ്ടൊരു സ്ട്രെസ്സ് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, സന്തോഷം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ലൈഫിൽ അവനവൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണും ചെയ്യുന്നതും. ഈ ഒരു സമയം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണെന്ന് പറഞ്ഞതും അതിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടേണ്ട ഒരു സമയമാണ്. സോ അതവർ തിരിച്ചറിയുന്നുണ്ട്, അതിൻ്റെ എഫേർട്ടാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. സോ എന്തോ ഒരു സിറ്റുവേഷൻ അവരിങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണ്, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക, അതുപോലെ തന്നെ പറഞ്ഞ് എന്താ പറയുക, പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിങ്ങനെ കുടുക്കി വെക്കുക. അത് അവരുടെ
അവർ സ്വയം ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അവരുടെ ചിന്തകളായിരിക്കാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടികളായിട്ടുള്ള വ്യക്തികളായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സംതിങ് എന്തുമാകാം. ഇതാണ് ഇവരുടെ കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ. ഇതാണ് ഇങ്ങനെ ഒരു ബ്ലോക്കിൽ അവരിങ്ങനെ പെട്ട് കിടക്കുക, സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവരിപ്പം പുറത്തിറങ്ങി വരാത്തത്. പക്ഷേ നിങ്ങളടുത്ത് ഇവർ മെയിൻലി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് വരും, നിങ്ങൾ പോവാൻ പാടില്ല എന്നുള്ളൊരു എനർജിയാണ്. അതായത് നിങ്ങൾ വിട്ടു പോവരുത്, ഈ പേഴ്സൺ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളിലേക്ക് തന്നെ വരും, ഈ സിറ്റുവേഷൻ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഇവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വേറെ എവിടെയും പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ കാണണം എന്നുള്ള രീതിയിൽ അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ എനർജി നോക്കാം, അതുപോലെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്, കറൻറ്റ് എനർജി എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറൻറ്റ് എനർജി. സിക്സ് ഓഫ് കപ്സ് എന്ന കാർഡ് എനിക്കിവിടെ റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാർഡ് നിങ്ങൾ പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കാണ് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പഴയ കാര്യങ്ങൾ, അതായത് ഈ പേഴ്സണുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ മാത്രം ഇങ്ങനെ നടക്കുന്നത്, ഇത്രയൊക്കെ ചെയ്തിട്ടും, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ മേ ബി സ്വന്തം കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ സ്വയം അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. എന്നിട്ട് പെട്ടെന്ന് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്നിട്ടുള്ളതായിരിക്കാം. സോ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഇങ്ങനെ നടക്കുന്നത്, ഇത്രയും സെക്യൂരിറ്റി കൊടുത്തു കൊണ്ടുവന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വേദനിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെയുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ എനർജി ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെച്യൂരിറ്റി ഇല്ലായ്മ, അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ബാലൻസ് ഇല്ല. മെച്യൂരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിലോ അല്ല, നിങ്ങളിപ്പം ഈ നിങ്ങളുടെ പേഴ്സൻ്റെ പല കമൻസ് വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏജ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വലിയ ജോലി എടുക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ നിങ്ങളുടെ കമൻസ് കാണുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും അവനവന് വിചാരിച്ചാൽ വരാൻ വേണ്ടി സാധിക്കും എന്നൊക്കെയുള്ള കമൻസ് വരും. പക്ഷെ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷനും കൂടി മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അല്ലാതെ നമ്മളെന്താ പറയുക, അവർക്ക് അത്രയും വലിയ സിറ്റുവേഷൻ ആയിരിക്കാം, ആ സിറ്റുവേഷനിൽ നിന്നാൽ മാത്രമല്ലേ നമുക്കും ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് സ്വന്തം എനിക്കിപ്പോൾ വേണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ കിട്ടണം, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. അതിനെ മെച്യൂരിറ്റി ഇല്ലായ്മ തന്നെയാണ് പറയുന്നത്, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് വേണം, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വേണം എന്നുള്ളതും, അതുപോലെ പാസ്റ്റിലെ കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം പാസ്റ്റിലെ കാര്യങ്ങൾ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞു, അതിനിപ്പോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ ആലോചിച്ചിട്ടോ ഒരു കാര്യമില്ല. ആ പാസ്റ്റിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ലിസൺസ് എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി ആൻഡ് ഗൈഡൻസ്. 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കാം, അതായത് ഫാമിലിയോ അല്ലെങ്കിൽ ജോലി സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഫുൾ ബാധ്യത, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് അതിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കേണ്ട, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. അതിനുള്ള ആക്ഷൻ എടുക്കുക, അതിനുള്ള ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ, അതായത് ഈ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം, അവരുടെ ടൈമാണ്, അവർക്ക് ആ ഒരു ടൈം നിങ്ങൾ വിട്ടുകൊടുക്കുക, അവരുടേതായ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോട്ടെ. ഓക്കെ, അതായത് എപ്പോഴും നമ്മൾ വരുമ്പോൾ വരട്ടെ എന്നുള്ള എനർജിയിൽ വേണം നിൽക്കാൻ. അല്ലാതെ ഇപ്പം നമുക്ക് തന്നെ അറിയാം സിറ്റുവേഷൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. അതിനനുസരിച്ച് ഓരോ ഡേയും നമ്മളിങ്ങനെ ഡേ ബൈ ഡേ ആയിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ, അതായത് നമുക്ക് കഴിഞ്ഞു പോയതിനെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഇന്നലെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നഷ്ടമായി പോയേക്കാം. അങ്ങനെ നഷ്ടങ്ങൾ വരുത്താൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, അതിനെ തിരിച്ചറിയുക. ഓക്കെ,
വേസ്റ്റ് ചെയ്യാതിരിക്കുക, അവനവൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, ഒരു ജഗ്ലിംഗ് ഉണ്ടാകാം, ഞാൻ മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഇതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കണോ, വെയിറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ളത്. നിങ്ങൾ വെയിറ്റ്, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വിട്ടു പോകരുത്, വെയിറ്റ്, നീ ഒന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, പക്ഷെ നിങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ, അതായത് വരുമ്പോൾ വരട്ടെ എന്നുള്ള എനർജിയിൽ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, ഡിസിഷൻ നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. കറണ്ട് ഫീലിങ്സ് കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത് പേഴ്സൻ്റെ മുഖം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, തോട്ട്സ്. 7 of Pentacle, Ace of Pentacle, The Chariot, 9 of Cups ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം നിങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് എന്നുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അവർ മെസ്സേജ് കാണുന്നുണ്ടാകും, ബ്ലോക്കിലാണെങ്കിലും നിങ്ങൾ അയക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടാകും, പക്ഷേ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നല്ല രീതിക്ക് അറിയാം നിങ്ങൾ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്, എവിടെയും പോവില്ല എന്നുള്ളൊരു ട്രസ്റ്റ് അവർക്കുണ്ട്. അവർ ആ ഒരു ഹോപ്പ് കൊടുക്കുന്നുണ്ട്, ആ ഒരു പ്രതീക്ഷ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ എൻഡ് ആകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലും കൊണ്ട് വരും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ലൈഫിലേക്ക് വരും എന്നുള്ളൊരു രീതിയിൽ ഈ വ്യക്തിക്ക് ഇപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു ബാലൻസ് ഇല്ലായ്മയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് അവർക്ക് കൺഫ്യൂഷനാണ് എല്ലാം കൊണ്ടും, അവരുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ കൊണ്ടും നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. സോ അവർ നിങ്ങളിലേക്ക് ഒരു ഡിസിഷനുമായിട്ട്, പൂർണ്ണമായിട്ടുമുള്ളൊരു ഡിസിഷൻ, അതായത് ഇനി ഒരു ഡിസിഷൻ എടുത്ത് വരുമ്പം ഇനി നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു തീരുമാനം, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ഒരു പ്രപ്പോസലുമായിട്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ഫീലിങ്സ് ഇവിടെ അവരുടെ തോട്ട്സ്, അവരുടെ ഇത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അഗെയിൻ ഇതേ സെയിം കാർഡ് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതായിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ, ഈ ഒരു കറണ്ട് എനർജിയിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റികൾ ഒരുപാടാണ്. സ്ട്രെസ്ഫുള്ളാണ് ഈ പേഴ്സൺ. അതായത് ചിന്തകൾ കൊണ്ടും ഓവർ തിങ്കിങ് കൊണ്ടും അല്ലാതെയുള്ള അവസ്ഥകൾ കൊണ്ടൊക്കെ ഒരുപാട് സ്ട്രെസ്ഡാണ് അവർക്ക്. താങ്ങാവുന്നതിലും ഓവർലോഡഡ് ആണ് എന്നുള്ള കാര്യം ഇവിടെ നിങ്ങളടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ ഒരു എന്താ പറയുക, മൈൻഡ് സെറ്റ് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെയാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.